ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1419 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 3 തീയതി വ്യാഴാഴ്ച. 1200 ആണ്ട് മീനമാസം 20 തീയതി. ഗുരുവചനങ്ങളിലൂടെ ധർമ്മമാണ് പരമമായ ദൈവം, ധർമ്മമാണ് പരമമായ ധനം. ധർമ്മം എവിടെയും വിജയിക്കുന്നു. അത് മനുഷ്യരുടെ ക്ഷേമത്തിനായി ഭവിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ഗുരു ശിക്ഷണം ആരംഭിക്കുന്നു എന്ന് വിവരിക്കുന്നതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ജീവിതാരാമത്തിൽ നിന്ന് അപകടകരമായ ജീർണത ബാധിച്ചിരുന്ന പാഴ്മരങ്ങളെ അവിടുന്ന് വേരോടെ പുഴക്കി എറിഞ്ഞു കളഞ്ഞു. അവയുടെ സ്ഥാനത്ത് അഭിനവ സ്ഥാപനങ്ങൾ ഉണ്ടായി ഉയർന്നു വന്നു. പാരമ്പര്യത്തിൽ പടർന്നു പിടിച്ചിരുന്ന വൈകൃതങ്ങളെ ഗുരു കത്രിച്ചു മാറ്റി. എന്നാൽ നിത്യഭാസുരമായ സംസ്കാരവൃക്ഷത്തിൻ്റെ തായ്തടിയിൽ തന്നെ പുതിയ പ്രവണതകൾ ഒട്ടിച്ചു ചേർക്കുവാൻ അവിടുന്ന് മറന്നുപോയതുമില്ല. ഒരു യഥാർത്ഥ കർഷകനെ പോലെ ഗുരു 30 സംവത്സരക്കാലം ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയെ പരിശോധിച്ചും തളർച്ചയെ നീക്കിയും അവയിൽ കരുണാമ്പു ചൊരിഞ്ഞ് അവയുടെ വേരുകളെ കുളിർപ്പിച്ചും ഒരിക്കലും മങ്ങാത്ത ഉത്തേജനം നൽകുന്ന ഉപദേശധാരകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയും ചുറ്റി നടന്നുകൊണ്ട് തന്നെയിരുന്നു. മൗനമായി മാറിക്കൊണ്ടിരുന്ന ഋതുചക്രം സസ്യജാലങ്ങളിൽ ജന്മവൃദ്ധി പരിണാമവാദി ഭാവാത്മകതയെ ഉളവാക്കുന്ന മാതിരി ഈ സ്ഥാപനങ്ങളിലും വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടായി. അവയുടെ വേരുകൾ ഉറച്ചു. ഈ നവസംസ്കാര വല്ലികളുടെ വസന്തോത്സവം ഒരു പുതിയ യുഗത്തിൻ്റെ പ്രഭാത പൂജയിൽ കുസുമാർച്ചന ചെയ്യുവാൻ തുടങ്ങി. ഇങ്ങനെ ലോകസംഗ്രഹപ്പെടുവായ ഗുരു തൻ്റെ കർത്തവ്യം ആചരിക്കുവാൻ തുടങ്ങി. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.